AFA അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പുതിയൊരു നിയമം കൊണ്ടുവരാനുള്ള ചർച്ചയിലാണ്. ഇങ്ങനൊരു നിയമം ലയണൽ മെസ്സിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ലയണൽ മെസ്സിക്ക് അണ്ടർ-20 വേൾഡ് കപ്പ് നേടാനാകത്തില്ല, അതുപോലെ തന്നെ ഒളിമ്പിക് ഗോൾഡും നേടാനാകത്തില്ല. എന്തിന് ഈ രണ്ട് ടൂർണമെന്റും ലയണൽ മെസ്സിക്ക് കളിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. എന്താണ് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പുതിയതായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നിയമം? നമുക്കെല്ലാവർക്കും അറിയാം, ലയണൽ മെസ്സി തന്റെ 13-ാം വയസ്സിലായിരുന്നു അർജന്റീന വിട്ട് ബാഴ്സലോണയിലേക്ക് പോയത്. പിന്നീട് ബാഴ്സലോണയുടെ അക്കാഡമി ആയിട്ടുള്ള ലാ മാഫിയയിലായിരുന്നു ലയണൽ മെസ്സി വളർന്നത്. അതിനുശേഷം ലയണൽ മെസ്സി അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രൊഫഷണൽ കോൺട്രാക്ട് ഇട്ടത് ബാഴ്സലോണയ്ക്കൊപ്പമായിരുന്നു. ബാഴ്സലോണയ്ക്ക് വേണ്ടി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കി കൊടുത്തു. അതിനുശേഷം PSG-യിലും ഇന്റർ മയാമിലും വലിയ നേട്ടങ്ങൾ ലയണൽ മെസ്സി സ്വന്തമാക്കി. അർജന്റീനിയൻ നാഷണൽ ടീമിന് വേണ്ടി വേൾഡ് കപ്പ്, കോപ്പ തുടങ്ങി വലിയ നേട്ടങ്ങൾ മെസ്സി നേടി. അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളും അസിസ്റ്റ് നേടിയ താരം ലയണൽ മെസ്സിയാണ്. അതുപോലെ തന്നെ അർജന്റീനയുടെ യൂത്ത് ടീമിന് വേണ്ടി അണ്ടർ-20 വേൾഡ് കപ്പും ഒളിമ്പിക് ഗോൾഡും മെസ്സി നേടിയിരുന്നു. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ AFA പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന നിയമം, ഇനി മുതൽ ആദ്യ കോൺട്രാക്ട് അർജന്റീനിയൻ ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് വേണ്ടി ഇടുന്ന താരങ്ങളെ മാത്രമേ അർജന്റീനിയൻ യൂത്ത് ടീമുകളിലേക്ക് വിളിക്കത്തുള്ളൂ. അതായത് ആദ്യത്തെ പ്രൊഫഷണൽ കോൺട്രാക്ട് അർജന്റീനിയൻ ഫുട്ബോൾ ക്ലബിനൊപ്പം സൈൻ ചെയ്തിരിക്കണം. ലയണൽ മെസ്സിയുടെ ആദ്യത്തെ പ്രൊഫഷണൽ കോൺട്രാക്ട് ബാഴ്സലോണയ്ക്കൊപ്പമായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലയണൽ മെസ്സിയുടെ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു നിയമം AFA കൊണ്ടുവന്നിരുന്നെങ്കിൽ മെസ്സിക്ക് അണ്ടർ-20 വേൾഡ് കപ്പും കളിക്കാൻ കഴിയത്തില്ല, ഒളിമ്പിക് ഗോൾഡും നേടാൻ കഴിയത്തില്ല. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ എന്തുകൊണ്ട് ഇങ്ങനൊരു നിയമം കൊണ്ടുവരുന്നു? മറ്റ് രാജ്യങ്ങളും ഇതുപോലൊരു നിയമം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ? ഈ നിയമം ഏത് രീതിയിൽ ഗുണം ചെയ്യും? വളർന്നു വരുന്ന യുവതാരങ്ങൾക്ക് ഈ നിയമം ഗുണമോ ദോഷമോ? വളരെ വ്യക്തമായിട്ട് നമുക്ക് നോക്കാം.